ശ്രദ്ധിക്കണം, പല സ്ഥലങ്ങളിൽ പോയി, ഇവിടെയും വന്നു, അതിനുശേഷം അണക്കരയിലും പോയി, അതും കഴിഞ്ഞിട്ട് പിന്നെയും 1 മാസം കഴിഞ്ഞിട്ടും ഈ പീഡക വിട്ടുപോകാതിരുന്നപ്പോൾ ഒരു സുപ്രഭാതത്തിൽ എന്തോ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു, എന്നെ ഇങ്ങനെയിട്ട് വിഷമിപ്പിച്ച സഹതാ കണക്ക് ചോദിക്കും. വിഷമം കൊണ്ട് ഈ വീട്ടിലെ അമ്മ പറഞ്ഞു, താ കിടക്കണം, 2 കുത്തും കിട്ടി അവിടെ വീണു. അപ്പോൾ ഈ സഹതായുടെ നാമത്തിനല്ല ശക്തി, ഈശോയുടെ നാമത്തിന് തന്നെയാണ് ശക്തി, തെറ്റിദ്ധരിക്കരുത്. പക്ഷേ ഈ പിശാചിന് വിട്ടുപോകാൻ ഒരു സമയം, ഒരു കാലക്രമം വേണ്ടി വരും. അപ്പോൾ ചിലത് അങ്ങനെയാണ്, ചിലത് ഒന്നും പറയേണ്ടി വരത്തില്ല, പെട്ടെന്ന് തന്നെ ഈശോയുടെ നാമത്തിൽ ബന്ധിച്ച് അതങ്ങ് വിട്ടുപോകും. അപ്പോൾ ഇതിന് മനസ്സിലാക്കേണ്ടത് ഇതാണ്, ഒരാളിൽ തന്നെ അനേക പിശാചുക്കൾ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവർ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷനൊന്നും വേണ്ട. ഞാൻ പറയുന്നത്, മനുഷ്യ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും ഒരിക്കൽ പോലും സ്വാതന്ത്ര്യം പ്രാപിക്കാത്ത മേഖലകൾ ജീവിതത്തിലുണ്ടെങ്കിൽ ആ മേഖലകൾക്ക് കാരണം, ചില ജീവിതങ്ങളിൽ ഒരിക്കൽ പോലും വിടുതൽ പ്രാപിക്കാത്ത മേഖലകളുണ്ടെങ്കിൽ അതിന് കാരണമായി ചില നെഗറ്റീവ് എനർജികൾ ഉണ്ട്. അത് സ്വഭാവത്തിൻ്റെ വൈകൃതങ്ങളായിട്ടൊക്കെ നമ്മൾ ഒരുപക്ഷെ വിധി എഴുതും. പക്ഷേ അതിൻ്റെ പിന്നിൽ there is a reason behind it. അതിലേക്കാണ് നമ്മൾ വരുന്നത്. ഇപ്പോൾ ഒന്നാമത്തെ ചിന്ത ഇതാണ്, അവൻ സകല പിശാചുക്കളുടെ മേൽ അധികാരം കൊടുത്തു. എന്ന് വെച്ചാൽ പിശാച് ഒരു ടൈപ്പ് അല്ല. ഈ പിശാച് പ്രധാനമായിട്ട് ബൈബിളിൽ 3 തരത്തിലാണ് നമ്മളെ ഉപദ്രവിക്കുന്നത് എന്ന് ഈശോയുടെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. അതായത് 3 തരത്തിലുള്ള പൈശാചിക പീഡകളാണ് ഈശോയുടെ കാലത്ത് ഈശോ സുഖപ്പെടുത്തുന്നത്. ഒന്നാമത്തെ വകുപ്പാണ് ഈവിൾ സ്പിരിറ്റ്സ്. ഈവിൾ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, ദുഷ്ടാത്മാക്കൾ. ഈവിൾ സ്പിരിറ്റ്സ്. രണ്ടാമത്തെ ഒരു വകുപ്പാണ് അശുദ്ധാത്മാക്കൾ, അൺക്ലീൻ സ്പിരിറ്റ്സ്. മൂന്നാമത്തെ ഒരു വകുപ്പാണ് രോഗാത്മാക്കൾ അഥവാ ഇൻഫേം സ്പിരിറ്റ്സ്, സ്പിരിറ്റ്സ് ഓഫ് ഇൻഫേമിറ്റി എന്ന് പറഞ്ഞാൽ അസുഖങ്ങളുണ്ടാക്കുന്ന അരൂപികൾ. നമ്മളിത് മനസ്സിലാക്കുന്നത് വെറുതെ ഒരു കണ്ടെത്തലല്ല. 4 സുവിശേഷങ്ങളിൽ ഈശോ ചെയ്ത ഡെലിവറൻസ് ശുശ്രൂഷകളിൽ നമ്മൾ കാണുന്ന പിശാചുക്കളുടെ രൂപങ്ങളാണ് അല്ലെങ്കിൽ സ്വഭാവ രീതികളാണിത്.